ഇടുക്കി മൂന്നാറിൽ വീട്ടുമുറ്റത്ത് പുലിയുടെ സാന്നിധ്യമുണ്ടായതോടെ ആശങ്കയിലാണ് തൊഴിലാളികൾ. ദേവികുളം മിഡിൽ ഡിവിഷനിലെ എട്ടുമുറി ലയത്തിലാണ് വളർത്തുനായയെ പുലി കൊണ്ടുപോയത്. ദേവികുളം മിഡിൽ ഡിവിഷനിൽ എട്ടുമുറി ലയത്തിൽ രവിയുടെ വളർത്തുനായയെ പുലി പിടിച്ചുകൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവമുണ്ടായത്. ഓട്ടോറിക്ഷ ഡ്രൈവറായ രവിയുടെ ചോട്ടു എന്ന വളർത്തുനായയെ കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കാണാതാവുകയായിരുന്നു. നായ വൈകുന്നേരമായിട്ടും തിരികെ എത്താതെ വന്നതോടെ വീട്ടിലെ CCTV പരിശോധിച്ചപ്പോഴാണ് നായയെ പുലി കടിച്ചെടുത്തുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കണ്ടത്. സമീപത്ത് സ്കൂളും ആശുപത്രിയുമെല്ലാം ഉള്ളതാണ്. പുലിയുടെ ആക്രമണം വീട്ടുമുറ്റത്തുണ്ടായതോടെ വലിയ ആശങ്കയിലാണ് തൊഴിലാളികൾ. எங்களுக்கு ஒரு மூத்த பையன் மாதிரி அது. நாங்கள் எங்கே போனாலும் எங்கள் துணைக்கு வரும். இந்த லயம் அத்தனை பேர் நாங்கள் அவ்வளோ ஸ்நேகமாக எங்களை அவ்வளோ கொண்டுட்டு போய் இறக்கும். நாங்கள் அங்கே போகும்போது எங்களை போய் எங்கே போய் உடனே விட்டுட்டு தான் திருச்சி வரும். எங்களுக்கு பயங்கர ஒரு வேதனை எங்கள் பட்டி போனது. ഡിസംബറിലും സമാന രീതിയിൽ ഇവിടെ നിന്ന് മറ്റൊരു നായയെ കാണാതായിട്ടുണ്ട്. മേഖലയിൽ വഴിവിളക്കുകളില്ലാത്തത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു. പള്ളിക്കൂടം ഇருக்கு, மேலே ஹாஸ்பிட்டல் இருக்கு, பிள்ளைங்க எல்லாம் இது வழி தான் வருவாங்க, ஸ்கூல் போகிற பிள்ளைங்க எல்லாம். அப்போ பிள்ளைகளுக்கு யாருக்குமே எந்த பாதுகாப்பும் இல்லை. அதனால கவர்மெண்ட் ஃபாரஸ்ட் இதுக்கு சரியான ஒரு நடவடிக்கை എടുക്കണം. ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതോടെ തൊഴിലാളികൾ ആശങ്കയിലാണ്. രാത്രിയിൽ പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇതിനോടകം 100-ലധികം പശുക്കൾ തോട്ടം മേഖലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി.